ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണ ഒരു ഹെൽത്തി ലഡുവാണ് ഉണ്ടാക്കണത്. ഞാനതിൽ ശർക്കരയും കൂട്ടുന്നില്ല, പഞ്ചസാരയും കൂട്ടുന്നില്ല, ഒന്നും കൂട്ടുന്നില്ല. പിന്നെ അതിൽ ഞാൻ വെറും ഈത്തപ്പഴത്തിൻ്റെ ആ മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു ഹെൽത്തി ലഡുവാണ് ഞാൻ ഉണ്ടാക്കണത്. അത് നമുക്ക് ഒരു ദിവസം ഒരു ലഡു കഴിച്ചാൽ നമുക്ക് നമ്മുടെ ദേഹത്തിലേക്കുള്ള എല്ലാ വിറ്റാമിൻസും എല്ലാതും നമുക്ക് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ നല്ലൊരു ലഡുവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഹെൽത്തി ലഡു ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഈത്തപ്പഴം ഒരു 250 ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരു എല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. 250 ഗ്രാം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പംകിൻ സീഡ് കുറച്ച് വെച്ചിട്ടുണ്ട്. മത്തൻ്റെ കുരു കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ സീഡ് ഞാൻ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്ത എള്ള് വെച്ചിട്ടുണ്ട്. അതേപോലെ നിലക്കടല ഞാനൊരു 3 ടേബിൾ സ്പൂണ് നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം ഇത്രയും ബദാം എടുത്തിട്ടുണ്ട്. ബദാമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ് ഞാൻ ഇത്ര അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളികേരം ചിരകിയത് ആവശ്യമുണ്ട്. നാളികേരം ചിരകിയത് ഞാനൊരു 3.5 ടേബിൾ സ്പൂണ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹെൽത്തി ലഡു ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഉണ്ടല്ലോ, നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് വെച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചിട്ടെടുക്കാം. ഒന്നിങ്ങോട്ട് നന്നായി ഒന്നിങ്ങോട്ട് അവിഞ്ഞിങ്ങോട്ട് വരട്ടെ. അപ്പം നെയ്യിൽ കിടന്നിട്ട് ഈത്തപ്പഴം ഒന്നിങ്ങോട്ട് മൂക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു മണവും. കണ്ടില്ലേ? ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്നിങ്ങോട്ട് കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ടുണ്ടില്ലേ? ഇതേപോലെ ഒന്നും കൂടി നമുക്ക് ഇങ്ങോട്ട് ഇതാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ആകുമ്പോൾ നമുക്കിനി മിക്സിയിൽ അടിക്കേണ്ടി വരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് ഒന്നിങ്ങോട്ട് ഇതാക്കിയിട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. കണ്ടില്ല, നെയ്യിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ ഇങ്ങോട്ട് ആയാൽ മതി. കണ്ടോ? ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഞാനിവിടെ ആ പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആ പാൻ തന്നെ ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഉണ്ടല്ലോ ഈ മത്തൻ്റെ കുരു അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ സീഡുകളെല്ലാം കൂടി നമുക്കൊന്നിങ്ങോട്ട് വറുത്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വറക്കാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ആക്കിയാൽ മതി. ഇതൊന്നും കൂടെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ വെളുത്ത എള്ള് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. കണ്ടില്ലേ, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ എണ്ണയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലത് ചെറുതായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം അങ്ങോട്ട് വറുത്തെടുക്കാം. ചെറുതാക്കിയിട്ടിട്ടാൽ മതി കേട്ടോ തീയ കേട്ടോ. ഒന്നും ഇങ്ങോട്ട് വല്ലാതെ കരിയാനൊന്നും പാടില്ല കേട്ടോ. അണ്ടിപ്പരിപ്പും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒന്നും ഇങ്ങോട്ട് മൂത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ആയാൽ മതി. വല്ലാതെ കരിയരുത്, അപ്പം അതിൻ്റെ ഇത് മുഴുവൻ പോകും. അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. നമ്മുടെ ബദാമും
അണ്ടിപ്പരിപ്പും ഒരുവിധമായി വന്നിട്ടുണ്ട്. ഇതേപോലെ മതി കേട്ടോ എല്ലാതും. ഇനി നമുക്ക് ഈ നിലക്കടല പിന്നെ ഒന്നാവാനുള്ളൂ. ഞാനിപ്പോൾ ഇത് വറുത്തിട്ട് ഇന്നലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നിങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കതും വാങ്ങാം. ഇതേപോലെ ആയാൽ മതി. ഇനി ഇതും കൂടി നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം. അത് വാങ്ങി വെച്ചു. പിന്നെ നമുക്കൊരു കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ നാളികേരം നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടല്ലോ, ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ഇങ്ങനെ ഒന്നങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുക്കാൻ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോകും. കരിയരുത്, ഇങ്ങനെ മൂത്ത് വരാനേ പാടുള്ളൂ. അപ്പം ചെറിയ ഇതായിട്ടിട്ടിട്ട് സിമ്മിലിട്ടിട്ട് നമ്മളിത് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് എന്ന് പറയുന്നത് അതാണ്, അങ്ങനെയായിരുന്നു. അപ്പം ഇതിങ്ങനെ ആയി വരുന്നുണ്ട്. ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് വെള്ളം വറ്റി വരിക വേണ്ടു. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടില്ലേ എല്ലാതും, ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. പൊടിയാവണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ചൂടാറട്ടെ, എന്നിട്ട് ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഞാനിവിടെ ആ പൊടി ഉണ്ടല്ലോ, നമ്മൾ ആ നട്ട്സ് അല്ലാതെ കൂടിയിട്ട് പൊടിച്ച് കൊണ്ടുവന്നില്ലേ, പൊടിക്കെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിതാ ഞാനിതിലിട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയിട്ടുള്ള കണ്ടതിൽ ഓരോ തരികൾ കിടക്കണമുണ്ട്. കണ്ടില്ലേ, അങ്ങനെ ആക്കിയാൽ മതി. അതിൻ്റെ ഒപ്പം ഞാൻ ഈ നാളികേരം നമ്മൾ ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടി നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. നന്നായി ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഈ ഈത്തപ്പഴം ഇങ്ങനെ ഇതാക്കിയിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ നെയ്യിൽ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് എടുക്കാം. എന്താ വെച്ചെങ്കിൽ നമുക്ക് ഈ മധുരം മുഴുവനെ ഈത്തപ്പഴത്തിൻ്റെ മാത്രമേ ഉള്ളൂ. ശർക്കരയും വേണ്ട, നമുക്ക് പഞ്ചസാര എടുത്തിട്ടില്ല. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ എല്ലാതും ഇങ്ങോട്ട് കുറച്ച് നെയ്യ് നമുക്കുണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വേണേ. പിന്നെ ഏലക്കായുടെ പൊടി വേണമെന്നുള്ളവർക്ക് ഏലക്കായുടെ പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ അത്. എന്താ വെച്ചാൽ കുട്ടികളൊന്നും ചിലപ്പോൾ ബദാമും ഇങ്ങനെയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലാവില്ല. അപ്പം ഇതെല്ലാതും കൂടിയാകുമ്പോൾ അവർക്ക് നന്നായി കഴിക്കുകയും ചെയ്യും. പ്രായമായ ആൾക്കാർക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലത് തന്നെയാണ്. കണ്ടില്ലേ, ഇനി നമുക്കിത് ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് ചെറിയ ഉരുളകളാക്കിയിട്ടുണ്ട് എടുക്കാം. നമുക്കിനി ഇത് ഉരുളകളാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കാം. അല്ലേ, നല്ലോണം നെയ്യും ഉണ്ട്. നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര വലുപ്പത്തിലുള്ള ഉരുളകളാക്കാട്ടാ. ഞാനിതെല്ലാ ഉരുളകളും ഉരുട്ടി വെച്ചതിൻ്റെ ശേഷം കാണിക്കാം. കണ്ടില്ലേ,
കണ്ടില്ലേ നമ്മളുടെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് എത്ര 3 3 6 3 3 6 3 9 2 11 12 ഉണ്ട. നമുക്ക് ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് 12 ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പാകത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുത്തോളാം. കണ്ടില്ലേ? അപ്പൊ നമുക്കൊരു 12 ഉണ്ട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഡെയിലി നമ്മളിതിങ്ങനെ ഓരോന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്തിലേക്ക് വേണ്ട എല്ലാ വിറ്റാമിൻസും നമുക്ക് ഇതിന്ന് തന്നെ കിട്ടും. പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാം. കണ്ടില്ലേ, നല്ല നന്നായിരിക്കണില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.